നമസ്കാരം. അഖിലാഖിനും പഹ്ലൂഖ് ഖാനും ശേഷം ആ പട്ടികയിൽ ഇടം കിട്ടേണ്ടയാളാണ് മലപ്പുറത്തുകാരൻ സൂരജ്. മദ്രാസ് IITയിലെ ഗവേഷക വിദ്യാർത്ഥി. ഭാഗ്യത്തിന് ജീവൻ പോയില്ല. ചെയ്ത കുറ്റം ഞായറാഴ്ച ക്യാമ്പസിൽ നടന്ന ബീഫ് ഫെസ്റ്റിൽ പങ്കെടുത്തു. വലതു കണ്ണിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. ചികിത്സയിലാണ്. പൊതിരെ തല്ലിയത് വിവേകാനന്ദ സ്റ്റഡി സർക്കിളിലെ അക്രമികൾ. ഇതുവരെ കേസെടുത്തതായി അറിവില്ല. ജൂൺ 2 വരെ അടച്ചിട്ടിരിക്കുന്ന കോളേജിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. BJP ദേശീയ സെക്രട്ടറി H. രാജ ആവശ്യപ്പെടുന്നത് ബീഫ് ഫെസ്റ്റ് നടത്തിയ 70ഓളം വരുന്ന വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യണമെന്നാണ്. അടികൊണ്ട സൂരജിന് അഖിലാഖിന്റെ ഗതി വന്നില്ലെങ്കിലും നജീബിന്റെ വിധി വരുമോ എന്ന് കാത്തിരുന്നു കാണാം. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി നജീബ് പൊതിരെ തല്ലുവാങ്ങിയ ശേഷം കാണാതായിട്ട് ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ലല്ലോ. അടി ഒരിടത്ത് പുരോഗമിക്കുമ്പോൾ അതേ നഗരത്തിൽ നിന്ന് ഒരാശ്വാസ വിധിയും വന്നിരിക്കുന്നു. കശാപ്പ് വിലക്കുത്തരവ് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഒന്നൊഴിയാതെയുള്ള ഭരണഘടനാവകാശ ലംഘനങ്ങൾ എണ്ണി പറഞ്ഞ പൊതുതാൽപര്യ ഹർജിയിലാണ് നിർണായക സ്റ്റേ ഉത്തരവ്. സെൽവ ഗോമതി എന്ന ഹർജിക്കാരിയോട് ആരൊക്കെയാണ് കടപ്പെട്ടിരിക്കുന്നത്? കേന്ദ്രത്തിന്റെ കടന്നാക്രമണത്തിന് കോടതിയാണോ ഏക പോംവഴി കണ്ടെത്തേണ്ടത് എന്ന കാതലായ സംശയം ഉയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനേറ്റ ആദ്യത്തെ തിരിച്ചടിയോ? 2. കേരള ഹൈക്കോടതി നോട്ടീസ് മാത്രം അയച്ചപ്പോൾ മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് എന്തുകൊണ്ട്? 3. കേന്ദ്രത്തിന്റെ വിജ്ഞാപനം കോടതി കയറിയാൽ പിന്നിലെ താൽപര്യം തുറന്നു കാട്ടപ്പെടുമോ? 4. കേന്ദ്രത്തെ വിമർശിക്കുന്നതിനൊപ്പം നിയമ പോരാട്ടം നടത്താനും രാഷ്ട്രീയ നേതൃത്വം മുന്നിട്ടിറങ്ങേണ്ടേ? 5. ബീഫ് ഫെസ്റ്റിനപ്പുറം ഭരണപരമായ നടപടി ഉണ്ടാകാത്തത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടിട്ടോ? 6. മദ്രാസ് IITയിൽ മലയാളി വിദ്യാർത്ഥിക്കുണ്ടായ അനുഭവം കേരളത്തെ ഓർമ്മിപ്പിക്കുന്നതെന്ത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. വിജ്ഞാപനം വിനയായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, CPM നേതാവും DYFI അഖിലേന്ത്യാ പ്രസിഡന്റുമായ PA മുഹമ്മദ് റിയാസ്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരിടവേള.